അങ്ങനെ നമ്മുടെ ഒറ്റ വിസിൽ കോഴിക്കറി റെഡി ആയിട്ടുണ്ട്. പാചകം ചെയ്യാൻ മടിയുള്ളവർക്കും ജോലി തിരക്ക് കാരണം സമയമില്ലാത്തവർക്കും പ്രവാസികൾക്കും ഒരേപോലെ പരീക്ഷിക്കാവുന്ന കിടിലൻ കറിയാണിത്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും എന്നാൽ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ലാത്തതുമായ ഒരു ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ചിക്കൻ കറിക്കുള്ള ചേരുവകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. 1 കിലോ ചിക്കന് ആവശ്യമായ ചേരുവകളാണ് ഞാനിവിടെ പറയുന്നത്. അതിനായിട്ട് നമ്മളിവിടെ 2 വലിയ ഉള്ളി, 2 തക്കാളി, 2 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 20 അല്ലി വെളുത്തുള്ളി, 30 അല്ലി ചെറിയുള്ളി എന്നിവ എടുത്തിട്ടുണ്ട്. ചെറിയുള്ളിക്ക് പകരം ഒരു വലിയ ഉള്ളി കൂടി എടുത്താലും മതി. എന്നാലും ചെറിയുള്ളി ചേർക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇതിൽ ഉള്ളിയും തക്കാളിയും പച്ചമുളകും നമുക്ക് നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ചതച്ചെടുക്കാം. ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ 1 കിലോ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി നന്നായി കഴുകി ഒരു കുക്കറിൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഉപ്പല്ല കേട്ടോ, മഞ്ഞൾപ്പൊടിയാണേ. 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. സാധാ മുളക് പൊടിയാണെങ്കിൽ ഇത്രയും ചേർക്കരുത്. 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഈ കറിയിൽ പൊടികളെല്ലാം നമ്മൾ കുറച്ച് കൂടുതലാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇനി ഇത് എല്ലാം കൂടി ഇറച്ചിയിൽ തിരുമ്മി പിടിപ്പിക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ ചേരുവകളും ഒരുമിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും എല്ലാം കൂടി ഒന്ന് തിരുമ്മിയെടുക്കാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അടിച്ചുവിടാനും മറന്നു പോകരുതേ. സമയമുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ നമുക്കിത് നേരെ വേവിക്കാൻ വേണ്ടി വെക്കാം. ഞാനിവിടെ ഇത് മാരിനേറ്റ് ചെയ്യാൻ വെക്കുന്നില്ല. വേവിക്കാൻ വെക്കുന്നതിന് മുന്നേ കുക്കറിൻ്റെ സൈഡിലൂടെ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കൊണ്ട് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുക്കറിൻ്റെ മൂടിയും വെയിറ്റും ഇട്ട് 1 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇനി നമുക്കിത് സ്റ്റൗവിൽ വെച്ച് 1 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 1 വിസിൽ അടിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ വിസിൽ അടിക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കുക്കറിലെ സ്റ്റീം അടങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ആവിയെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നല്ല മണം വരുന്നുണ്ട്. ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചിട്ട് 2 മുതൽ 4 വരെ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ ഓയിലോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഒറ്റ വിസിൽ കോഴിക്കറി റെഡി ആയിട്ടുണ്ട്. പാചകം ചെയ്യാൻ മടിയുള്ളവർക്കും ജോലി തിരക്ക് കാരണം സമയമില്ലാത്തവർക്കും പ്രവാസികൾക്കും ഒരേപോലെ പരീക്ഷിക്കാവുന്ന കിടിലൻ കറിയാണിത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നോട് അഭിപ്രായങ്ങൾ പറയണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.